+1 +2 സ്റ്റുഡൻസ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല, നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ തിരക്കിലാണെന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. ബട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഒരുപാട് പേരല്ല 1-2 പേര് മെസ്സേജ് അയച്ചിരുന്നു, സാറ് എക്സാം അപ്പോൾ കഴിയുന്നത്, സാറ് സെംബ്രേക്ക് അപ്പോൾ ആവുന്നത്. എൻ്റെ സെംബ്രേക്ക് ആയിരിക്കുകയാണ്, എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഞാൻ എന്തായാലും നാട്ടിലുണ്ടാവും. അപ്പം നമ്മളൊക്കെ എന്താക്കുക, എവിടെ വെച്ച് നിർത്തിയാൽ നമ്മൾ അവിടെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 11 ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്താക്കുക, എടുത്ത് തീർക്കാൻ പോവാണ്. എടുത്ത് തീർക്കലല്ല, അതിലെ ബേസിക്സ് കൺസെപ്റ്റ് മുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മുതൽ ടിപ്സ് മുതൽ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കും. അത് ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റേഴ്സിനും നമുക്ക് പ്രോബ്ലംസിനും എന്ന് വെച്ചാൽ എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സും അതൊക്കെ എടുത്ത് തീർക്കാം. നിങ്ങൾ എന്താക്കുക, പാഠം എടുത്ത് തീർക്കുന്നത്, അതിലെ ചാപ്റ്റേഴ്സിലെ വീഡിയോസ് എടുത്ത് തീർക്കുന്നത്, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കാം, അതിലൊക്കെ മാസ്റ്റർ ആവും. നിങ്ങളെ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. നിങ്ങൾ എന്താക്കുക, ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. പഠിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ എന്താക്കുക, നല്ല വൃത്തിക്ക് പഠിക്കുക. വെറുതെ പഠിച്ച് പോകല്ല, നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താകും, അത് എൻ്റെ മീൻസ് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർ എന്തൊക്കെ ഒന്ന് പഠിച്ച് തുടങ്ങുക, എന്തെങ്കിലും ഒന്ന് പഠിച്ച് തുടങ്ങുക. പഠിച്ച് തുടങ്ങിയവർ ആ പഠിച്ചതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇതുവരെ പഠിക്കാത്തവരൊന്നും പേടിക്കേണ്ട. നമ്മൾ നാട്ടിൽ വരുന്നുണ്ട്, നമ്മൾ ക്ലാസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ എന്താക്കുക, നമുക്ക് എന്തായാലും തീർക്കാം. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇവിടെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.